അപ്പോൾ ഇന്ന് കുളിച്ച് കുട്ടപ്പനായിട്ട് റെഡി ആയിട്ട് നമുക്കൊന്ന് കോട്ടയം പോകണം കേട്ടോ. എന്താ വെച്ചാൽ നമ്മുടെ GST രജിസ്ട്രേഷൻ്റെ ചെയ്യാം. അപ്പോൾ ഇന്ന് വരാൻ പറഞ്ഞ് നമ്മുടെ വക്കീൽ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് കോട്ടയം വരെ പോകാം കേട്ടോ. നമ്മുടെ സ്വിഫ്റ്റ് ഒന്ന് വെറുതെ മഴയത്തൊന്ന് കഴുകിയിട്ട് കേട്ടോ. അത്ര വൃത്തിയൊന്നും ആയില്ല, നമുക്കിതിന് പോകാമെന്ന്. പാൻ്റൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ കേട്ടോ കണ്ടത്, നമ്മുടെ ഏതാണ്ട് തുണിക്കകത്ത് കഴുകിയതിനോട് പേപ്പർ ഇട്ട് കഴിയുമെന്ന് തോന്നുന്നു. പാൻ്റെല്ലാം പേപ്പർ ഇട്ടിരിക്കുക. അപ്പോൾ ഇപ്പോൾ സമയം 3:10 ആയുള്ളൂ കേട്ടോ. 4 മണിക്ക് അവിടെ ചെല്ലാനാണ് പറഞ്ഞത്. അതിന് മുന്നേ നമുക്ക് എവിടെയെങ്കിലും കയറി ഒരു സ്നാക്കോ എന്തെങ്കിലും കഴിച്ചിട്ട് വേണം പോകാൻ. നമ്മുടെ കഞ്ഞിക്കുഴിയിലെ ബ്ലോക്ക് കിടക്കുക കേട്ടോ. നമ്മുടെ വക്കീലിൻ്റെ ഓഫീസ് വരുന്ന കോട്ടയത്തുള്ള ബസേരീസിൻ്റെ താഴെ കൂടെ കിടക്കുന്ന വഴിയിലാട്ടോ. അവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് കുറച്ച് മുന്നേ കൊണ്ട് ലെഫ്റ്റ് സൈഡിൽ ഒരു സ്ഥലത്ത് ഒതുക്കി ഇട്ടിട്ട് നമ്മൾ നടന്നു പോകാട്ടോ. നമ്മൾ 3:45 തന്നെ കറക്റ്റ് ഓഫീസിൻ്റെ അവിടെ എത്തി. അപ്പോൾ രാജഗോപാൽ സാർ കേട്ടോ നമ്മുടെ അഡ്വക്കേറ്റ്. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ നേരത്തെ അയച്ചു കൊടുത്തുകൊണ്ട് എന്നോട് ഒറിജിനൽ റെൻ്റൽ അഗ്രിമെൻറ്റ് മാത്രം കൊണ്ടുവരാൻ പറഞ്ഞുള്ളൂ. ഞാൻ ചെന്നപ്പോൾ ആൾ വേറൊരു ഇമ്പോർട്ടൻറ്റ് കേസ് ഫോണിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ വെണ്ടർമാരെയൊക്കെ നമ്മൾ കോൺടാക്ട് ചെയ്യുമ്പോഴത്തേക്ക് GST നമ്പർ ഉണ്ടോന്നിട്ട് ആദ്യം ചോദിക്കുന്നത്. അതുകൊണ്ട് അത് നിർബന്ധമാണെന്ന് എനിക്ക് മനസ്സിലായി. ഇന്ന് എങ്ങനെയല്ലോ അത് എടുക്കണം. അപ്പോൾ ഇപ്പോൾ സമയം 4 മണി 4:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഓപ്പോസിറ്റുള്ള ബെസ്റ്റ് കയറി കാപ്പി പിടിക്കാൻ വേണ്ടി വന്നു. ടിക്കറ്റിനെ കണ്ട് തിരിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വണ്ടി ഓണാകുന്നില്ല കേട്ടോ. ഇവിടെ പാർക്ക് ചെയ്തിട്ട് പോയതാ, ഓടിച്ചുകൊണ്ട് വന്ന വണ്ടിയാണ്. നമ്മൾ RSAയിൽ വിളിച്ചിട്ട് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. അവർ വിളിക്കാൻ വേണ്ടി കോൾ ഹോൾഡിൽ കിടക്കുക കേട്ടോ. എന്നാ സംഭവം എന്ന് അറിയത്തില്ല, ബാറ്ററി തീർന്നാന്ന് തോന്നുന്നു കണ്ടിട്ട്. ഡയല് ഫുൾ empty ആണ്. നമ്മളെ ക്ലച്ച് ഫുള്ള് ചവിട്ടി പവർ ബട്ടണൊക്കെ ഞെക്കി നോക്കി, ഓണാവുന്നില്ല. അതുപോലെ തന്നെ അത് ഈ സൈഡിൽ നിന്ന്, ഈ ലെഫ്റ്റ് സൈഡ് പാസഞ്ചർ സൈഡിൽ നിന്ന് താഴെ നിന്ന് ഒരു ടിക് 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 എന്നൊരു ഒച്ച കേൾക്കുന്നുണ്ട്. നമ്മൾ മാരുതിയുടെ RSA വിളിച്ചിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്തിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം അവരൊരു 10-15 മിനിറ്റിൽ വരാമെന്നാണ് പറഞ്ഞത്. നമ്മൾ കോട്ടയം ടൗണിൽ തന്നെയാണ് ഉള്ളത്. ഞാൻ ഈ സൈഡിൽ ഒതുക്കി പാർക്ക് ചെയ്തുകൊണ്ട് വേറെ ആർക്കും ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. 10 മിനിറ്റിൽ തന്നെ നമ്മുടെ മാരുതിയുടെ റോഡ് സൈഡ് അസിസ്റ്റൻസ് വന്നു കേട്ടോ. അവർ വന്ന് നോക്കിയപ്പോൾ തന്നെ അവർക്ക് കാര്യം മനസ്സിലായി, മാറ്റർ ഡൗൺ ആയെന്ന്. അപ്പോൾ തന്നെ ജംപ് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് വണ്ടി ഓണാക്കി തന്നു കേട്ടോ. വണ്ടി എവിടെയും നിർത്തിയില്ല കേട്ടോ, വെച്ചലക്ക് വീട്ടിൽ കൊണ്ടുവന്ന് കയറ്റി. നമ്മൾ ബാറ്ററി ഒരെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം ഹാമർ കൊണ്ട് ഒരു ബാറ്ററി ഓർഡർ ചെയ്തിട്ടുണ്ട്. നാളെ രാവിലെ അത് വരുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഓണാവുന്നുണ്ട്. ഞാൻ വീട്ടിൽ വന്ന് ഓഫ് ചെയ്തിട്ട് ഓണാക്കി നോക്കും, വണ്ടി ഓണാവുന്നുണ്ട്. പക്ഷേ അത് അത്ര റിസ്ക്കിയാണ് ശരി, അങ്ങനെ വെച്ചുകൊണ്ട് ഓടിക്കുന്നത്. വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഉറങ്ങിപ്പോയി കേട്ടോ. അപ്പോൾ GSTൻ്റെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ GSTൻ്റെ TRN നമ്പർ നമുക്ക് മെസ്സേജ് ആയിട്ട് വരുമെന്നാണ് പറഞ്ഞത്. ഇതുവരെ വന്നില്ല, മെയിലിലും വന്നിട്ടില്ല. അപ്പോൾ നാളെ രാവിലെ നമുക്ക് പ്രതീക്ഷിച്ചാൽ മതി. TRN നമ്പർ വന്നു കഴിഞ്ഞാൽ ഒരു 3-4 ദിവസത്തിനുള്ളിൽ നമുക്ക് GST നമ്പർ കിട്ടും കേട്ടോ. പിന്നെ ചെറിയൊരു ബോർഡൊക്കെ നമ്മുടെ വീടിന് മുന്നിൽ വെക്കണം. അപ്പം അങ്ങനെ ആ അപ്ഡേറ്റ്സ് എല്ലാം നമ്മൾ അടുത്ത് വരുന്ന വീഡിയോകളിലൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.